കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കന്നിരാശി 12 രാശിയിലെ കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. കന്നിരാശിയുടെ ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയും അരയും ചേർന്ന 2.25 നക്ഷത്രത്തിനാണ് കന്നിരാശിയിൽ വരുന്നത്. ഈ രാശി എന്ന് പറയുന്നത് 6ാമത്തെ രാശിയാണ് കന്നിരാശി. ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവുമാണ് കന്നിരാശി. കന്നിലഗ്നക്കാരിൽ ഭൂരിഭാഗവും ഉയരം കൂടിയവരും കുലീനത്വവും തറവാടിത്വവും പ്രദർശിപ്പിക്കുന്നവരുമൊക്കെയാണ്. ഇവരുടെ മുഖത്തിൽ എപ്പോഴും ഒരു അടയാളം ഉണ്ടാകും. ശാന്തിയും സമാധാനവും കാക്ഷിക്കുന്ന ആളുകളാണ് കന്നിലഗ്നക്കാർ. ആഡംബരമായ ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നവരാണ്. യാത്രകളൊക്കെ വളരെ കുറവ് ചെയ്യുന്ന ആളുകളാണ്. പ്രവൃത്തികളിലൊക്കെ വളരെ വേഗതയുണ്ടായിരിക്കും. ഈശ്വര വിശ്വാസികളായിരിക്കും. രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവുകൾ ഇവർക്ക് നല്ലതുപോലെയുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഇവർ പ്രശോഭിക്കുന്നതാണ്. ലഗ്നാധിപതിയായ ബുധൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ഇവർക്ക് സ്വഭാവം വളരെ മുരുട്ട സ്വഭാവമായിരിക്കും. കാഴ്ചയിൽ ഇവർ പാവങ്ങളെ പോലെ തോന്നുമെങ്കിലും കൂടുതൽ അടുക്കും തോറും ഇവരുടെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. വസ്ത്രധാരണത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ് ഇവർ. സ്വയം കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം മാറി നിന്ന് മറ്റുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്നുപെടാതെ നല്ല സമയോചിതമായിട്ട് സ്കൂട്ടാവാനുള്ള കഴിവൊക്കെ ഈ ലഗ്നക്കാർക്കുണ്ട്. ഏത് അതിവേഗതയിൽ നടക്കുവാനുള്ള ഒരു ശക്തമായ ഒരു ചുവട് വയ്പ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഏത് കാര്യത്തിലും കുറുക്ക് വഴികളെ തേടുന്നവരാണ് കന്നിലഗ്നക്കാർ. ദാമ്പത്യ ജീവിതത്തിൽ കന്നിലഗ്നക്കാർ പൊതുവെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് മാതാപിതാക്കളുടെ അനുസരണയുള്ള സന്താനമായും വിവാഹശേഷം ഭാര്യയുടെ ദാസനായും മാറുന്നതാണ്. 2ൽ പാപൻ നിന്നാൽ ക്ഷീണിതനായ പാപൻ നിന്നാൽ കുടുംബത്തിൻ്റെ ക്ഷീണഗതിയെ അത് ബാധിക്കുന്നതാണ്. ഗുരുവോ ബുധനോ 2ാം സ്ഥാനത്തോ മാതൃസ്ഥാനത്തോ വന്നു നിന്നാൽ മാതാവായ രാഹു, കേതു, സൂര്യൻ, ഗുരു, ബുധൻ ഇവർ 9ാം സ്ഥാനത്ത് നിന്നാൽ പിതാവിൻ്റെതായ യോഗം കുറയുകയും പിതൃസംബന്ധമായി പല ദോഷങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. വിശാലമായ വീട്, കാറ്, കൊട്ടാര സദൃശ്യമായ വീട് എന്നിവയൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഗുരു കളത്ര സ്ഥാനാധിപതി ആയതുകൊണ്ട് വിവാഹം കഴിക്കുവാനുള്ള നല്ല ഉയർന്ന നിലയിൽ വിവാഹം കഴിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട്. ഭാര്യയുടെ സ്വത്തുക്കൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും സ്വത്തുക്കൾ ഉണ്ടാകാനും ഇടയുണ്ട്. പല സ്ഥലത്തും പോയിട്ട് സ്ഥലമൊക്കെ വാങ്ങിച്ചിടാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. അധിക മനോഹരമായി പണി കഴിപ്പിച്ച വീട്ടിലൊക്കെ താമസിക്കാനും അതിവിശാലമായ ഒരു പൂന്തോട്ടമൊക്കെ പണി കഴിപ്പിച്ച് നിർമ്മിതമായ ഒരു വീട്ടിലൊക്കെ വസിക്കാനുള്ള യോഗം ഈ ലഗ്നക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. അധികം മുതൽ മുടക്കില്ലാത്ത അന്യരുടെ സഹായ സഹകരണത്തോടു കൂടി ബിസിനസ് ആരംഭിക്കുകയും അതിൽ പുരോഗതി നേടാനും ഈ ലഗ്നക്കാർക്ക് സാധിക്കുന്നുണ്ട്. ജന്മസ്ഥലം വിട്ട് അന്യസ്ഥലം കർമ്മമണ്ഡലമായി തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഇവർ വിജയം വരിക്കുന്നതാണ്. പരിശ്രമത്തിലൂടെ മുന്നേറി യാത്രയുടെ പാതി വഴിയിലെത്തുമ്പോൾ ശാന്തിയും സമാധാനവും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കന്നി ലഗ്നക്കാർക്ക് സന്താനങ്ങൾ ആണും പെണ്ണും സമമായിരിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.